നമസ്കാരം. കന്നഡ രാഷ്ട്രീയത്തിൽ നടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദവും കത്തുകയാണ്. കന്നഡികയായി അറിയപ്പെടാൻ താല്പര്യമില്ലെന്ന് നടി പറഞ്ഞെന്നും അത് പറഞ്ഞ ഭീഷണിയുമായി കോൺഗ്രസ് MLA രവികുമാർ ഗൌഡ രംഗത്ത് വന്നതോടെയാണ് വിവാദം കത്തിയത്. ഇതോടെ നടിക്ക് പിന്തുണയുമായി മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും രംഗത്ത് വന്നു. നടിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് കൊടവ നാഷണൽ കൗൺസിൽ രംഗത്ത് വന്നു. നടിക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സംസ്ഥാന ആരോഗ്യമന്ത്രി G പരമേശ്വരയ്ക്കും CNC കത്തയച്ചിരിക്കുകയാണ്. നടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സർക്കാർ മാനിക്കണം. MLAയുടെ നടപടി ഗുണ്ടായിസമാണ്. നടിയെ മാത്രമല്ല കൊടവ സമുദായത്തെയാണ് MLA ലക്ഷ്യമിടുന്നതെന്നും കൗൺസിൽ പ്രസിഡന്റ് NU നാച്ചപ്പയുടെ കത്തിൽ പറയുന്നു. കർണാടകയിലെ കുടക് സ്വദേശിയായ രശ്മിക കൊടവ സമുദായത്തിൽ നിന്നുള്ളതാണ്. നടിയെ അനാവശ്യ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലെ മാണ്ഡ്യ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആയ ഗാനിക കന്നഡ ചലച്ചിത്ര വ്യവസായത്തെ രശ്മിക അവഗണിച്ചുവെന്നും ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചുവെന്നും ആരോപിച്ചതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. 2010-ൽ കിരിക് പാർട്ടി എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് താരം അരങ്ങേറ്റം കുറിക്കുന്നത്. നിരവധി തവണ ക്ഷണിച്ചിട്ടും നടി കർണാടക സന്ദർശിക്കാൻ വിസമ്മതിച്ചുവെന്നും സമയമില്ലെന്നും അവരുടെ വീട് ഹൈദരാബാദിലാണെന്നും പറഞ്ഞതായും ഗനിക ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രവികുമാർ ഗൌഡ രശ്മിക്കെതിരെ രംഗത്ത് വന്നത്. കന്നഡ ചിത്രമായ കിരിക് പാർട്ടിയിലൂടെ സിനിമയിലെത്തിയ രശ്മിക മന്ദാനയെ ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ അവർ അത് നിരസിച്ചു. എൻ്റെ വീട് ഹൈദരാബാദിലാണ്. കർണാടക എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് സമയവുമില്ല. അതുകൊണ്ട് ഞാൻ വരില്ല എന്നാണ് രശ്മിക പറഞ്ഞത്. 10-12 തവണയാണ് ഞങ്ങളൊരു MLA അവരെ ക്ഷണിക്കാനായി വീട്ടിൽ പോയത്. എന്നാൽ അവർ അതെല്ലാം നിരസിച്ചു. വളർന്നു വരുന്ന സിനിമ ഇൻഡസ്ട്രി ആയിട്ട് പോലും അവർ കന്നഡയെ അവഹേളിച്ചു. അവരെ നമ്മളൊരു പാഠം പഠിപ്പിക്കണ്ടേ? കർണാടക നിയമസഭയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രവികുമാർ ഗൌഡ പറഞ്ഞു. രശ്മിയുടെ ഒരു പെരുമാറ്റത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു. രശ്മിക കുടക് സ്വദേശിയാണെന്നും അടിസ്ഥാനപരമായി കന്നഡികയാണെന്നും എന്നാൽ ഇപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്നത് താൻ തെലുങ്ക് ആണെന്നും ആന്ധ്രാപ്രദേശിന്റെ മകളാണെന്നുമാണ് കർണാടക സംരക്ഷണ വേദിക്ക് കൺവീനർ TA നാരായണ ഗൌഡ ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിന്നും കന്നഡ ചലച്ചിത്ര താരങ്ങൾ വിട്ടുനിന്നതിനെ ഉദ്ഘാടന വേദിയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വിമർശിച്ചിരുന്നു.